Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 21st lecture of Digital Marketing, topic Advantages of e-banking. In the previous lecture, we are discussing what is e-banking, what are the features of e-banking, and what are the approaches of e-banking. In this section, we are discussing what are the advantages of e-banking. The main advantages of e-banking are: first one, convenience; second one, low cost banking service; third one, higher interest rate; fourth one, transfer services; fifth one, ease of monitoring; sixth one, ease of transaction; seventh one, discounts; eighth one, quality service; ninth one, anytime cash facility. The 10 advantages of e-banking are: first one, convenience; second one, low cost banking service; third one, higher interest rate; fourth one, transfer services; fifth one, ease of monitoring; sixth one, ease of transaction; seventh one, discounts; eighth one, quality service; and the ninth one is anytime cash facility. First one, convenience. Banks that offer internet banking are open for business transactions anywhere a client might be, as long as there is an internet connection. Apart from periods of website maintenance, services are available 24 hours a day and 365 days around the year. In a scenario where internet connection is unavailable, customer services are provided round the clock via telephone. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ക്ലയൻറ്റിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും ബാങ്കിലെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് 24/7 ഡേയ്സും എന്തായിരിക്കും, വർക്കിംഗ് ആയിരിക്കും. എന്നാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അൺഅവൈലബിൾ ആവുന്ന ടൈമിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഫോൺ വഴിയാണെങ്കിലും എപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ക്ലയൻറ്റിന് ഏത് ടൈമിലും ഈ ബാങ്കിങ് സർവീസസ് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. എന്നാൽ കണക്ഷൻ പുവറായിട്ടുള്ളവർക്ക് എന്തായിരിക്കും, ഫോൺ വഴി സർവീസസ് എല്ലാം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ കൺവീനിയൻസ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബാങ്കിങ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് low cost banking service. E-banking helps in reducing the operational cost of banking services. Better quality services can be ensured at low cost. ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ലോ ആയിരിക്കും. പിന്നെ ബെറ്റർ ക്വാളിറ്റി സർവീസസ് എൻഷുർ ചെയ്യുന്നു. എന്ത് ലോ കോസ്റ്റിൽ ബെറ്റർ ക്വാളിറ്റി സർവീസസ് എൻഷുർ ചെയ്യുന്നുണ്ട് ഈ ബാങ്കിങ് വഴി. തേർഡ് അഡ്വാൻറ്റേജ് ഈസ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. Lower operating cost results in higher interest rate on savings and lower rates on mortgages and loans offers from the banks. Some banks offer high certificate of deposits and don't penalize withdrawals on certificate of deposits, opening of accounts without minimum deposits and no minimum balance. അതായത് ചില ബാങ്കുകളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, സേവിങ്സ് അക്കൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എന്നാൽ ചില ലോൺസ് ഒക്കെ ആണെങ്കിൽ ലോവർ റേറ്റിൽ എന്ത് ചെയ്യുന്നു, ബാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ബാങ്കുകളാണെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മിനിമം ഡെപ്പോസിറ്റ് വേണം, അതായത് മിനിമം ബാലൻസ് വേണം. അല്ല നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ എന്തായി പോകുന്നു, ആ അക്കൗണ്ട് ഡെഡായി പോവുകയും പിന്നെ റീഓപ്പൺ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പം സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ബാങ്കിങ് സർവീസ്. തേർഡ് അഡ്വാൻറ്റേജ് ഈസ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്. ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് ട്രാൻസ്ഫർ സർവീസസ്. Online banking allows automatic funding of accounts from loan, establishing bank accounts via electronic fund transfer. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ടിൽ നിന്നും വേറെ അക്കൗണ്ടിലേക്ക് ഫണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സർവീസസ് എന്ത് ചെയ്യുന്നു, ഈ ബാങ്കിങ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ്. ഈ ബാങ്കിങ്ങിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് ട്രാൻസ്ഫർ സർവീസസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് ഈസ് ഈസ് ഓഫ് മോണിറ്ററിങ്. A client can monitor his or her spending via a virtual wallet through certain banks and applications and enable payments. ഈ ബാങ്കിങ് കൊണ്ട് ക്ലയൻസിനാണെങ്കിൽ വിർച്വൽ വാലറ്റ് വഴി പേയ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ സാധിക്കുന്നു. അതാണ് ഈസ് ഓഫ് മോണിറ്ററിങ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് ക്യാൻ മോണിറ്റർ ഹിസ് ഓർ ഹെർ സ്പെൻഡ് എ വിർച്വൽ വാലറ്റ് ത്രൂ certain banks and applications and enable payments.
Next advantage is ease of transaction. The speed of transaction is faster relative to use of ATMs or customary banking. ATM ഒക്കെ വന്നതോട് കൂടിയിട്ട് ട്രഡീഷണൽ ബാങ്കിങ്ങിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഫാസ്റ്ററാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യുകയോ അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. ഇത് ATM കൗണ്ടറിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നു. ആണ് ഈസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്കൗണ്ട്സ്. ദ ക്രെഡിറ്റ് ഇനേബിൾസ് ദ കസ്റ്റമർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും എന്തുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, ഡെബിറ്റ് കാർഡുണ്ട്, അതുപോലെ തന്നെ വിസ കാർഡ്, എല്ലാ തരത്തിലുള്ള കാർഡുകളും കിട്ടുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ കാർഡ് വഴിയാണ് നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ നടത്തുന്നതെങ്കിൽ എന്താ പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഓഫർ ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞേക്കുന്നത്. ദ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഇനേബിൾസ് ദ കസ്റ്റമേഴ്സ് ടു ഒബ്റ്റെയിൻ ഡിസ്കൗണ്ട്സ് ഫ്രം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്. ഇപ്പോഴത്തേത് ഈ കാലഘട്ടത്തിൽ മെജോറിറ്റി ആൾക്കാരും എന്താണ്, ഈ കാർഡുകൾ വഴിയാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടോ എല്ലാം യൂസ് ചെയ്യുന്നതാണ് കാർഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ക്യാഷ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചെറിയ കാർഡ് മാത്രം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എല്ലാത്തിനും ഈസിയാണ്. നെക്സ്റ്റ് വൺ, ക്വാളിറ്റി സർവീസ്. E-banking helps the bank to provide efficient, economic and quality service for the customers. It helps the bank to create new customer and retaining the old ones successfully. അതായത് E-banking വന്നതോട് കൂടിയിട്ട് എന്താണ്, കസ്റ്റമർ സർവീസ്, ബാങ്കിങ്ങിന് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്, എഫിഷ്യൻ്റായിട്ടും എക്കണോമിക്കായിട്ടും എന്താണ് കസ്റ്റമേഴ്സിനോട് ഹാൻഡിൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ന്യൂ കസ്റ്റമർ ആൻഡ് ഓൾസോ റീറ്റെയിനിങ് ദ ഓൾഡ് വൺസ് സക്സസ്ഫുള്ളി. അപ്പം ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് E-banking വന്നതോടുകൂടി ബാങ്കിങ്ങിനെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എനി ടൈം ക്യാഷ് ഫെസിലിറ്റി. ദ കസ്റ്റമർ ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ട്സ് അറ്റ് എനി ടൈം ഫ്രം ATM മെഷീൻസ്. E-banking വന്നതോട് കൂടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ATM മെഷീൻ എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു. എനി ടൈം ക്യാഷ് ഫെസിലിറ്റി മീൻസ് ദ കസ്റ്റമർ ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ട്സ് അറ്റ് എനി ടൈം ATM മെഷീൻസ്. So the advantages of E-banking are: first one, convenience; second one, low cost banking service; third one, higher interest rate; fourth one, transfer services; fifth one, ease of monitoring; sixth one, ease of transaction; seventh one, discounts; eighth one, quality service; and the ninth one is anytime cash facility. Today's assignment question is explain the advantages of E-banking. എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മാർക്സ് നോക്കിയിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട്. എസ്സേയിലൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം, ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ എസ്സേക്കകത്തൊക്കെ എഴുതുമ്പോൾ E-banking എന്താണ്, അതിനൊരു ഡെഫിനേഷൻ കൊടുത്തിട്ട് വേണം ഈ അഡ്വാൻറ്റേജസ് ഓഫ് E-banking എഴുതാനായിട്ട്.